നമസ്കാരം, എല്ലാവർക്കും റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിൽ എടുക്കുക. ഇന്നലെ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസവും ഒപ്പം വിഷമം നൽകുന്ന കുറച്ച് വാർത്തകളും വന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് മലയാള സിനിമയിൽ നമുക്ക് മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് രാഷ്ട്രപതിയിൽ നിന്ന് മേടിച്ചൊരു ദിവസമാണ്. എനിക്കത് മലയാളിൽ ഇത്രയും സന്തോഷിച്ചൊരു ദിവസം വേറെ കാണാൻ തന്നെ ചാൻസ് ഇല്ല. അതോടൊപ്പം ഇന്നലെ തന്നെ ദുൽഖർ വാഹനം മോഷ്ടിച്ചു, ഭയങ്കരം വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വാർത്താ ചാനലുകൾ നിറഞ്ഞു നിൽക്കുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു ഒതുക്കലോ ഗൂഢാലോചനയാണെന്നുള്ളതിൽ സംശയം വേണ്ട. അത് നിങ്ങൾ ആരാണെങ്കിലും ആ കസ്റ്റംസ് ഓഫീസറിന്റെ പ്രസ് കോൺഫറൻസ് യൂട്യൂബിൽ കിടപ്പുണ്ട്, ഒന്ന് കാണുമ്പോൾ വളരെ 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 ശക്തവും വ്യക്തവുമാണ്. ഇതൊരു 100% ഒരു ഗൂഢാലോചനയാണ്. കാരണം ഇതൊരു സിനിമയാക്കി കഴിഞ്ഞാൽ അതൊരു വമ്പൻ ട്വിസ്റ്റുകളുള്ള ദൃശ്യത്തെ വെല്ലുന്ന ഒരു സിനിമയാകാൻ ചാൻസ് ഉണ്ട്. ആ പ്രസ് മീറ്റിങ്ങും അതിൻ്റെ ലാസ്റ്റ് വരുന്ന കോൾ ഉൾപ്പെടെ. ഞാൻ പറഞ്ഞു വന്നത്, ഭൂട്ടാനിൽ നിന്ന് കാറ് എത്തിച്ചതിൻ്റെ പേരിൽ ഇന്നലെ പത്രക്കാരെ എല്ലാം വിളിച്ചു വരുത്തിയാണ് കസ്റ്റംസ് ഓഫീസറായിട്ടുള്ള അദ്ദേഹം ദുൽഖറിനെ കുറിച്ച് മമ്മൂട്ടിയുടെ ഗ്യാരേജ് കാണിക്കുന്നു, ഒരുപാട് വണ്ടികൾ കിടക്കുന്നത് കാണിക്കുന്നു. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം പ്രസ് കോൺഫറൻസ് വെക്കുന്നു. പ്രസ് കോൺഫറൻസിൽ മമ്മൂട്ടിയും ദുൽഖറും അമിത് എന്ന് പറയുന്ന നടനും ഇവർ 3 പേരും പറയുന്നെങ്കിൽ പോലും മമ്മൂട്ടിയുടെ ഗ്യാരേജിൽ മാത്രമേ ഇവർ പോയ ദൃശ്യങ്ങളെല്ലാം കാണിക്കുന്നുള്ളൂ. അന്നേരം ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ദുൽഖറിനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ദുൽഖറിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം ദുൽഖർ ഭയങ്കര ഒരു ലെവലിൽ നിൽക്കുകയാണ്. കാരണം ഒരു പാൻ ഇന്ത്യൻ ലെവലിലുള്ളൊരു ആക്ടർ, ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു ആക്ടറാണ്. എല്ലാവരോടും വളരെ സ്നേഹമായിട്ടും ഒരു ആരോപണങ്ങൾക്കും വിധേയമില്ല, ഒരു രീതിയിലും ഒരു പ്രശ്നങ്ങൾക്കും ഇടയിൽ ദുൽഖർ വരുന്നില്ല. മമ്മൂട്ടിയാണെങ്കിലും ദുൽഖർ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾക്കും വരുന്നില്ല. അന്നേരം ഇവനെ ഒന്ന് പണി കൊടുക്കാം, ഇവനൊരു പണി കൊടുത്താലേ പറ്റൂ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ് കോൺഫറൻസ്. ആ പ്രസ് കോൺഫറൻസിനിടയിൽ പറയുന്ന രീതിയിൽ ഇവരൊരു ഏതാണ്ട് വലിയ പ്രതികളാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അവർ ഭൂട്ടാനിൽ നിന്നും കൃത്യമായി അവർ മോട്ടിച്ചോണ്ട് വന്ന കാറൊന്നും അല്ലല്ലോ, അത് അവിടെ രജിസ്റ്റർ ചെയ്തു ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന് ടാക്സ് വല്ലതും അടച്ചിക്കാൻ അവർക്ക് അറിയാൻ, കൃത്യമായിട്ട് അടച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുക. അതിന് പകരം ഇതൊരു വൈറലാക്കുക. എന്നിട്ട് ആ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം സംസാരിക്കുമ്പോഴൊക്കെ തീവ്രവാദികൾ എന്നുള്ള പറയുന്ന വാക്കുകളൊക്കെ ഉണ്ട്. ഇത് ദുൽഖറോ മമ്മൂട്ടിയോ തിരിച്ചൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥന്റെ തൊപ്പി തെറിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. കാരണം അത്രയ്ക്ക് വളരെ ക്രൂരമായ സംസാരങ്ങളാണ്. കാരണം ഇവരെ വെറും പ്രതികളാണ്, ഇവർ വളരെ മോശക്കാരാണ്, ഇവർ പ്രശ്നക്കാരാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും അതിൻ്റെ ആ പ്രസ് കോൺഫറൻസ് തീരുന്നത് വളരെ രസകരമാണ്. കാരണം ആ പ്രസ് കോൺഫറൻസ് ഇദ്ദേഹം ആ കസ്റ്റംസ് ഓഫീസർ സംസാരിക്കുന്നതിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് വരുമ്പോൾ ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും പറയുന്നത് ഇതുമായിട്ട് ബന്ധമില്ല. ഇവരെ ഒതുക്കണം എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളിലേക്ക് വരുമ്പോൾ ഒരു കോള് വരുന്നു. ഒരു കോൾ വരുമ്പം അദ്ദേഹം ക്യാമറ ഒക്കെ ചാനലിലെ ക്യാമറ ഒക്കെ ഇരിക്കുമ്പോഴും അതിൻ്റെ മീഡിയ എല്ലാം ഇരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം ആ കോൾ എടുക്കുന്ന സംസാരം നമുക്ക് വ്യക്തമല്ലെങ്കിലും കോൾ എടുക്കുമ്പോൾ ഇദ്ദേഹം എല്ലാം കേൾക്കുന്നു. എസ് എന്ന് പറഞ്ഞ ശേഷം ആ കോള് കട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹം പറയുകയാണ് ഈ ലൈവ് അല്ലെങ്കിൽ ഈ വാർത്താ സമ്മേളനം പ്രസ് കോൺഫറൻസ് ഇവിടെ നിർത്തുന്നു. എന്നിട്ട് ആരായിരിക്കും അതിന് പിന്നിൽ? ഉറപ്പായിട്ടും ഇതിൽ ഒന്നുകിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഇദ്ദേഹം പറയുന്നതെല്ലാം വളരെ പ്രശ്നമുള്ളതാണ്, ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം, ഇത് നിർത്തിക്കൂ എന്ന് പറയുന്ന ഒരാളാകാം. എന്തായാലും പിന്നിൽ ഒരാളായിരിക്കും. എന്തായാലും ഇതിൻ്റെ ലക്ഷ്യം ഒന്ന് തന്നെയുള്ളൂ, അതിനകത്ത് സംശയമില്ല. ഇത് ഒരു പറഞ്ഞില്ലേ വെട്ടിനിരുത്തൽ പോലെ ഒരു ഗൂഢാലോചന, ഒതുക്കണം, നമുക്ക് ഇവരെ ഒതുക്കണം. അത് വളരെ മോശമായൊരു പ്രവണതയാണ്. മലയാളികൾ തിരിച്ചറിയുന്നുണ്ട് ഓരോ കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും മലയാളികൾക്ക് വളരെ വ്യക്തമാണ്. മലയാളികളെ പറ്റിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ബാക്കി സംസ്ഥാനക്കാരെ ഒന്നും നമ്മൾ ഇതാക്കി പറയുമല്ല, മലയാളികളെ പറ്റിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പം ഈ പ്രശ്നങ്ങൾ തന്നെ ദുൽഖറിനെ മമ്മൂട്ടിയൊക്കെ വ്യക്തമായിട്ട് ഓരോ മലയാളികൾക്കും മമ്മൂട്ടിയും മോഹൻലാലിനെയും ദുൽഖറിനെയും ഓരോ നടനെയും കൃത്യമായിട്ടറിയാം. അവർക്ക് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പോലും ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും അറിയാവുന്നവർ തന്നെയാണ് മലയാളികൾ. അന്നേരം ആവശ്യമില്ലാത്ത തീവ്രവാദ ബന്ധങ്ങളും ബാക്കിയുള്ളതും കയറ്റി ദുൽഖർ എന്ന് പറയുന്ന ഒരു നടന്റെ കരിയറിനെ ബാധിക്കുന്ന രീതിയിലൊക്കെ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമായ രീതിയാണ്. കാരണം അദ്ദേഹം അത്രയും ഇപ്പൊ ലോക എന്ന് പറഞ്ഞ സിനിമ വേൾഡ് വൈഡിൽ ഏറ്റവും മലയാളത്തിലെ 300 കോടിയിലേക്ക് കടക്കുന്ന സമയത്ത് ഇങ്ങനൊരു ആവശ്യമില്ലാത്ത നാടകവും ഒരു പ്രസ് കോൺഫറൻസും ഇതൊക്കെ ഒരു ഗൂഢാലോചനയുടെ പിന്നിലാണെന്നുള്ളതിൽ നിങ്ങൾക്ക് അത് കാണുമ്പോഴും വ്യക്തമാണ്. ഗൂഢാലോചനയാണ്. വളരെ
വളരെ വളരെ ഷാർപ്പായിട്ട് നടക്കുന്ന എന്തോ കാര്യങ്ങൾ ഇത് നിങ്ങളെ ഞങ്ങൾ പെടുത്തിയിരിക്കും എന്ന് പറയുന്ന രീതിയിൽ. എന്തായാലും ഇങ്ങനെയുള്ളതൊക്കെ മലയാളികൾ സ്വീകരിക്കത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും നിങ്ങളുടെ കമൻസ് ഇടുക. ഈ വീഡിയോ കാണാത്തവർ, അതായത് ആ പ്രസ് കോൺഫറൻസ് കാണാത്തൊരു പ്രസ് കോൺഫറൻസ് കണ്ടു നോക്കുമ്പോൾ വളരെ വ്യക്തമാകും. എന്തായാലും ഇനി എന്തൊക്കെ നടപടികൾ ഉണ്ടാകും എന്നറിയത്തില്ല. ചിലപ്പോൾ ഇതിനെതിരെയൊക്കെ ഭയങ്കര ക്രൂരമായ ശിക്ഷകളൊക്കെ വന്നേക്കാം. അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, കാരണം ഈ കാലഘട്ടം അങ്ങനെയാണ്. എന്തായാലും പിന്നീട് ദുൽഖറിനെ കുറിച്ചുള്ള വാക്കുകളൊന്നും പിന്നീട് വാർത്തകളൊന്നും പിന്നീട് കണ്ടതായിട്ട് നമ്മൾ പറയുന്നില്ല. എന്തായാലും ശിക്ഷാവിധികളൊക്കെ നമ്മൾ കാത്തിരിക്കുന്നു. അതുവരെ ബൈ, സി.